وَدُّوا لَوْ تَكْفُرُونَ كَمَا كَفَرُوا فَتَكُونُونَ سَوَاءً فَلَا تَتَّخِذُوا مِنْهُمْ أَوْلِيَاءَ حَتَّى يُهَاجِرُوا فِي سَبِيلِ اللَّهِ فَإِن تَوَلَّوْا فَخُذُوهُمْ وَاقْتُلُوهُمْ حَيْثُ وَجَدتُّمُوهُمْ وَلَا تَتَّخِذُوا مِنْهُمْ وَلِيًّا وَلَا نَصِيرًا وَدُّوا لَوْ تَكْفُرُونَ നിങ്ങൾ നിഷേധികളായാൽ കൊള്ളാമെന്നവർ മോഹിക്കുന്നു. കമാ കഫറു അവർ നിഷേധികളായതുപോലെ. ഫതകൂനൂന സവാഅ നിങ്ങളെല്ലാവരും ഒരുപോലെയാകണമെന്നവരാഗ്രഹിക്കുന്നു. ഫലാ തത്തഖിദൂ അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കരുത് മിൻഹും അവരിൽ നിന്നും സ്വീകരിക്കരുത് ഔലിയാ ആത്മമിത്രങ്ങളെ സ്വീകരിക്കരുത്. ഹത്താ യുഹാജിറൂ ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ പലായനം ചെയ്യുന്നത് വരെ. ഫഇൻ തവല്ലൗ ഇനിയും അവർ പിന്തിരിഞ്ഞാൽ ഫഖുദൂഹും നിങ്ങളവരെ പിടികൂടുക. വഖ്തുലൂഹും ഹൈസു വജദ്തുമൂഹും അവരെ കാണുന്നിടത്ത് വെച്ച് നിങ്ങൾ വധിക്കുക. വലാ തത്തഖിദൂ മിൻഹും നിങ്ങൾ അവരിൽ നിന്നും സ്വീകരിക്കരുത് വലിയൻ ഒരു ആത്മമിത്രത്തെയും വലാ നസീറ ഒരു സഹായിയെയും സ്വീകരിക്കരുത്. ദീനിൽ നിന്നും പിന്മാറുന്ന ആളുകളോട് ഇസ്ലാമിന് കടുത്ത സമീപനമാണുള്ളത്. അത് എന്തെങ്കിലും സ്വാർത്ഥതയുടെ പേരിലല്ല, മറിച്ച് അവർ വലിയ പ്രശ്നക്കാരാണ്. അവരുടെ പ്രശ്നത്തെപ്പറ്റി ഈ ആയത്തിൽ പറയുന്നു. വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറൂ ഫതകൂനൂന സവാഅ അവർ നിഷേധിയായതുപോലെ നിങ്ങളും നിഷേധിയാകണം, എന്നിട്ട് നിങ്ങളും അവരും ഒരുപോലെ ആകണമെന്നവർ മോഹിക്കുന്നു. ഭയങ്കര അപകടമാണ്, വലിയ നാശമാണ്. ഇതിലൂടെ വലിയ തിന്മകൾ പടരുന്നതാണ്. പാപങ്ങൾ രണ്ടു തരമുണ്ട്. ഒന്ന്, ഒരു പാപം എനിക്ക് വ്യക്തിപരമായത്, അത് സ്വകാര്യമായിട്ട് ഞാൻ ആ പാപവുമായി ബന്ധപ്പെട്ട് കഴിയുന്നു. പാപം പാപം തന്നെയാണ്. പക്ഷെ വേറൊരു പാപമുണ്ട്, ഞാൻ ആ പാപത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു, പ്രേരിപ്പിക്കുന്നു, അവരെ ഈ തിന്മയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു. ഇത് ഗുരുതരമായ തെറ്റാണ്. ആരെങ്കിലും ഈ സ്ഥാപനത്തിൽ നിന്ന് പോയി, അതവരുടെ നഷ്ടം. പക്ഷെ ആരെങ്കിലും മറ്റുള്ളവരെ ഇളക്കുന്നു, മറ്റുള്ളവരെ ദീനിന്റെ മാർഗത്തിൽ നിന്നും മാറ്റാൻ പരിശ്രമിക്കുന്നു, ഇത് ഗുരുതരമായ പാപമാണ്. ഇത് ഇസ്ലാമിന്റെ മാത്രം കാര്യമല്ല, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ മതസ്ഥരും മുഴുവൻ രാജ്യനിവാസികളും സ്വീകരിക്കുന്ന ഒരു പൊതു തത്വമാണിത്. ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് പോയി, അവരുടെ ഇഷ്ടം, പക്ഷേ വിദേശത്ത് പോയി ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരെ ഇളക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യദ്രോഹ കുറ്റമാണ്, കടുത്ത പാപമാണ്. ആരെങ്കിലും ഹിന്ദുമതത്തിൽ നിന്ന് മാറി, അവരുടെ ഇഷ്ടം, പക്ഷെ അവർ മറ്റുള്ളവരെയും മാറ്റാൻ പരിശ്രമിക്കുന്നു, കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. ഏത് ഹിന്ദു അടങ്ങിയിരിക്കും? അതുകൊണ്ട് ഈ വിഷയം വലിയ ഗുരുതരമായ കാര്യമാണ്. അവർ നിഷേധികളായതുപോലെ നിങ്ങളും നിഷേധികളാകാൻ ആഗ്രഹിക്കുന്നു. فلا تتخذوا منهم أولياء حتى يهاجروا في سبيل الله അതുകൊണ്ട് നിങ്ങൾ അവരിൽ ആരെയും ആത്മമിത്രമായി സ്വീകരിക്കരുത്. ശ്രദ്ധിക്കണം, വലിയ ഔലിയ ആത്മമിത്രമായി. ശരീരം രണ്ട്, മനസ്സൊന്ന്, ഇതിനാണ് വലിയെന്ന് പറയുന്നത്. അവരുമായി നീതിയോടുകൂടി കഴിയൽ,
മാനുഷികമായ ബന്ധം സ്ഥാപിക്കൽ, ഇതൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല. ആത്മമിത്രമാക്കൽ, ഞാൻ നാളെ എന്ത് ചെയ്യണം നീ പറയും, ഞാൻ ഈ വിഷയത്തിൽ എന്ത് കാണിക്കണം നീ പറയും, ഇതിനാണ് ആത്മമിത്രം എന്ന് പറയുന്നത്. അത് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. ഇസ്ലാമിന് അനുകൂലമായ ആളുകളുമായി മാത്രം വേണം, ന്യായവുമാണത്. فلا تتخذوا منهم أولياء حتى يهاجروا في سبيل الله. ഇനി അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്തു. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം പറഞ്ഞു. പലായനം ചെയ്ത് മദീനയിൽ വന്ന് അവർ മദീന നിവാസികളോടൊപ്പം അവരുമായി സഹകരിച്ച് നല്ല നിലയിൽ കഴിയുന്നു. എന്നാൽ നിങ്ങളവരെ കൂട്ടുകാരാക്കിക്കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ആളുകളുടെ നെഞ്ചു തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഈ സ്ഥാപനത്തിൽ നിന്ന് പോയി ധാരാളം കുഴപ്പങ്ങൾ കാണിച്ചു. അതിനുശേഷം ഈ സ്ഥാപനത്തിലേക്ക് മടങ്ങി വന്നു, പശ്ചാത്തപിച്ചു, മടങ്ങി വന്നു. അദ്ദേഹത്തിന്റെ വിഷയത്തിന് അനാവശ്യമായ ചർച്ചകളും അതുപോലെ ചൂഴ്ന്നു നോട്ടങ്ങളും ആവശ്യമില്ല. അദ്ദേഹം ഈ സ്ഥാപനത്തിൽ വന്നു, ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നു. നമ്മളിൽ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇത് നോക്കി എത്ര സന്തുലിതമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ദീനിൽ നിന്ന് പിന്മാറിയ ആളുകളുമായി കൂട്ടുകെട്ടരുത്. പക്ഷെ അവർ ദീനിന്റെ മാർഗത്തിലേക്ക് വന്നു, അവർ നമ്മളുടെ കൂട്ടത്തിൽ തന്നെയാണ്, യാതൊരു കുഴപ്പവുമില്ല. فَإِن تَوَلَّوْا فَخُذُوهُمْ وَاقْتُلُوهُمْ حَيْثُ وَجَدتُّمُوهُمْ. ഇനി അവർ പിന്തിരിഞ്ഞു, എന്നാൽ നിങ്ങൾ അവരെ പിടികൂടണം, കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വധിക്കണം. ഇന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വചനമാണിത്. ആരെങ്കിലും ദീനീന്ന് പോയി അവരെ പിടികൂടണം, കാണുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലണം. നോക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രാവർത്തികമാക്കി, സഹാബികൾ എങ്ങനെ പ്രാവർത്തികമാക്കി. ഇസ്ലാമിൽ നിന്ന് വന്ന ആളുകളെല്ലാം ഓടിച്ചിട്ട് കൊന്നോ? ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചിട്ടില്ല. മറിച്ച് ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവർ രണ്ട് വിഭാഗമാണ്. ഒന്ന്, ഒരാൾ പോയി നമ്മൾ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വേറെ ഒന്ന്, ഒരാൾ പോയി എന്നിട്ട് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ ഇതിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, അന്ധമായി വിരോധവുമായി നടക്കുന്നു. ആരെങ്കിലും ദീനിൽ നിന്ന് മാറിയാൽ അവർ ദീനിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കണം, സമുദായം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിക്കണം. ഫിഖ്ഹിന്റെ കിതാബുകളിൽ ദീനിൽ നിന്ന് മാറുക എന്നൊരു പ്രത്യേകമായ അധ്യായമുണ്ട്. അതിൽ ആദ്യത്തെ വാക്ക് യജിബു ഇസ്തിതാബത്തുൽ മുർത്തദ്ദി, ദീനിൽ നിന്ന് മാറിയവരോട് തൗബ ചെയ്യാൻ വേണ്ടി പറയൽ നിർബന്ധമാണ്. അവരുടെ സംശയങ്ങൾ മാറ്റിക്കൊടുക്കാൻ പരിശ്രമിക്കൽ നിർബന്ധമാണ്. വിജ്ഞാനവുമായി ബന്ധപ്പെട്ടവരുടെ ധാർമ്മിക ബാധ്യതയാണ്. അവരവരെ സമീപിക്കണം. സഹോദര, നിങ്ങളെ തെറ്റിദ്ധാരണ എന്താണ്? നമ്മുടെ കുറ്റമാണ്, ഞങ്ങൾ ആ കുറ്റത്തെ അംഗീകരിക്കുന്നു. നിങ്ങളെ സംശയം വല്ലതുകൊണ്ട് ഞങ്ങൾ മാറ്റിത്തരാം, എനിക്ക് കഴിവില്ല, ഇന്നയാളുമായി ബന്ധപ്പെടിൻ. പടച്ചവൻ അനുഗ്രഹം കൊണ്ട് ഇസ്ലാമിനെ പറ്റിയുള്ള മുഴുവൻ സംശയങ്ങൾക്ക് മറുപടി പണ്ഡിതന്മാർ തയ്യാറാക്കി കഴിഞ്ഞു. എനിക്ക് കഴിയില്ല, കഴിവുള്ള ആളുകളുമായി ബന്ധിപ്പിക്കൽ നിർബന്ധമാണ്. എന്നിട്ടും ആരെങ്കിലും അവരുടെ വഴിയിൽ പോയി, അവരുടെ ഇഷ്ടം, നമ്മളവരെ പുറകെ നടക്കുകയൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹിക്കും, ന്യായമായിട്ട് പരിശ്രമിക്കും. വേറെ ഒന്നുണ്ട്, അവർ മാറുകയും ചെയ്തു, എത്ര മനസ്സിലാക്കി കൊടുത്തിട്ട് മനസ്സിലാക്കുന്നില്ല. നിരന്തരം പ്രശ്നങ്ങൾ, നിരന്തരം കുഴപ്പങ്ങൾ, അവരുടെ വിഷയത്തിലാണിത്. രണ്ട്, ഈ സമീപനം സ്വീകരിക്കേണ്ടതും ഇസ്ലാമിക ഭരണകൂടമാണ്, വ്യക്തികളല്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിക ഭരണകൂടമാണ്, വ്യക്തികളല്ല. എന്നല്ല, ഭരണകൂടം ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ ഇത്തരം ആളുകൾ പത്തിമടക്കും. ഉദാഹരണത്തിന്, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നു, നമ്മൾ ഇവിടുത്തെ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പാടില്ല, അനുവാദമില്ല. അതുകൊണ്ട് ഈ ആയത്ത് മനസ്സിലാക്കണം. ഫഇൻ തവല്ലൗ ഫഖുദൂഹും, അവർ പിന്തിരിയുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു, കുഴപ്പമുണ്ടാക്കി, ഇസ്ലാമിക സമൂഹത്തിന് അതുപോലെ തന്നെ അവസ്ഥകൾക്ക് വലിയ തലവേദനയായിട്ട് മാറി. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിയമാനുസൃതം അവരെ ശിക്ഷിക്കണം.
ولا تتخذوا منهم وليا ولا نصيرا ولا تتخذوا منهم وليا ولا نصيرا അവരിൽ നിന്ന് ഒരു വ്യക്തിയെയും ആത്മമിത്രമായി സ്വീകരിക്കരുത്, സഹായിയായിട്ടും സ്വീകരിക്കുക. നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളും വന്നു വേറെ ആളുകളുമായി ബന്ധപ്പെടുൻ, അമുസ്ലിം സഹോദരങ്ങളുമായി ബന്ധപ്പെടുൻ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുർത്തദ്ദുകളെക്കാളും വളരെ നല്ലവരാണ് അമുസ്ലിമീങ്ങൾ. അവരുമായി ബന്ധപ്പെട്ടുകൊള്ളിൻ. നിങ്ങൾ ഒരിക്കലും ദീനിൽ നിന്ന് മാറിയ ആളുകളെ സഹായികളായിട്ടോ രക്ഷാധികാരികളായിട്ടോ സ്വീകരിക്കരുത്. കാരണം അവർ ഈമാനിന് കുഴപ്പമാണ്, വിശ്വാസത്തിന് കുഴപ്പമാണ്. ഉദാഹരണത്തിന് ഖാദിയാനികൾ ദീനിൽ നിന്ന് പുറത്തുപോയവരാണ്. അവരുമായി സുഹൃബന്ധമില്ല, അവരുമായി കൂട്ടുകെട്ടില്ല. നമുക്ക് അസുഖമെന്നു അവരുടെ ആശുപത്രിയിൽ പോകാൻ പാടില്ല, അവരുടെ ഡോക്ടർമാരെ കാണാൻ പാടില്ല, വേറെ ആളുകളെ കാണാൻ, അമുസ്ലിമീങ്ങളെ കാണാൻ. മൗലാന മുഹമ്മദ് യൂസുഫ് ലുധിയാനവി റഹ്മഹുല്ല പറയുന്നുണ്ട്, മുർത്തദ്ദുകൾ പ്രത്യേകിച്ചും ഇത്തരം ആളുകൾക്ക് സിന്ദീഖുകൾ എന്ന് പറയും. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമിനെതിരായി പരിശ്രമിക്കുന്നവർ, ഇവർ വലിയ അപകടമാണ്. ഒരാള് പന്നി ഇറച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മാംസം വിൽക്കുന്നു. ഇവിടെ മുസ്ലിമീങ്ങൾ ആരെങ്കിലും പോകുമോ? കാണുമ്പോൾ തന്നെ മുഖം തിരിച്ചങ്ങ് നടക്കും. വേറൊരാള് ആട്ടിറച്ചി എന്ന പേര് വെച്ചിട്ട് പന്നി ഇറച്ചി വിൽക്കുന്നു. ഇവിടെ മുസ്ലിമീങ്ങൾ പോകാനും വലിയ സന്തോഷത്തോടെ കുറഞ്ഞ വിലയാണല്ലോ എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് ചൊല്ലി മേടിക്കാനും സാധ്യതയുണ്ട്. ഒരു മുസ്ലിയാരുടെ വീട്ടിൽ ഖാദിയാനികൾ തയ്യാറാക്കിയ ഖുർആന്റെ തർജുമ ഇരിക്കുന്നത് കണ്ട് അതിൽ മനംതൊന്നുകൊണ്ടാണ് നമ്മുടെ തഫ്സീർ ഹസനി തയ്യാറാക്കിയത്. നമ്മളിൽപ്പെട്ട ഒരു ആലിമിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് അറിയില്ല, ഫ്രീ ആയിട്ട് കിട്ടി, സന്തോഷത്തിൽ എടുത്തു വെച്ചു. ഫ്രീ ആയിട്ട് കിട്ടുന്നതെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ദീനിൽ നിന്ന് പോയ ആളുകൾ ആടിന്റെ പേരിൽ അവർ പന്നിയിറച്ചി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ولا تتخذوا منهم وليا ولا نصيرا. അതുകൊണ്ട് ശരിക്കും ഈ കാര്യം മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അമുസ്ലിമീങ്ങളുമായി നമുക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷെ ദീനിൽ നിന്ന് പുറത്തുപോയവർ, അവരുടെ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ജാഗ്രത കാണിക്കും. അവർ പ്രശ്നമുണ്ടാക്കാൻ വരുന്നില്ല. അവരുടെ കാര്യം നമ്മൾ കഴിവിന്റെ പരമാവധി വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് മാത്രം, വേറെ അവരെ ഇളക്കാൻ നമ്മൾ പോകുന്നില്ല. എന്നാൽ അവർ പ്രശ്നമുണ്ടാക്കുന്നു, നമ്മൾ അവരുടെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുക തന്നെ ചെയ്യും, ശ്രദ്ധിക്കുക തന്നെ വേണം. പക്ഷെ ആ ശ്രദ്ധ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടാകണം. ആരും സ്വന്തമായി കൈകാര്യം ചെയ്യാനോ കാര്യം നടപ്പിലാക്കാനോ പാടില്ല. പക്ഷേ തികഞ്ഞ ജാഗ്രത വേണം. കാരണം അവരുമായിട്ടുള്ള ബന്ധം നാശമുണ്ടാക്കും, നഷ്ടമുണ്ടാക്കും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.